ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വർഷ മോൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വിവേക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സംസാരിക്കുന്നുണ്ട്. മോൾക്ക് ഞാൻ മോളെ നോക്കാം, താൻ എന്തായാലും ജോലിക്ക് പോണ സമയത്ത് ഇന്ന് ഞാൻ ഫ്രീ ആണല്ലോ, താൻ പോയിക്കോളാൻ പറയുന്നുണ്ട്. അത് പിന്നെ വിവേകിന് ഒരിക്കലും സാധിക്കില്ല മോളെ നോക്കാനായിട്ട്. കഷ്ടിച്ച് ഒരു മണിക്കൂർ പോലും വിവേക് നോക്കും തോന്നുന്നില്ല എന്ന് പറയുന്നു. അതൊക്കെ തൻ്റെ തോന്നലാണ്. എന്തായാലും ആർച്ചക്കുട്ടിയെ ഇന്ന് ഞാൻ നോക്കാൻ തീരുമാനിച്ചു. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ് വിവേകെ, ഞാൻ ഇന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഒരു മണിക്കൂർ നേരം വിവേക് മോളെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് ആദ്യം നോക്കാമല്ലോ. പിന്നല്ലാണ്ട് താൻ പൊയ്ക്കോ, ഞാൻ ഫുഡ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് വിവേക് മോൾക്ക് ദോശയൊക്കെ കൊടുക്കുന്നുണ്ട്. കുട്ടികളെ നോക്കേണ്ടത് ഇത്ര വലിയ പ്രയാസമുള്ള കാര്യമാണോ? എല്ലാ അമ്മമാരും പറയുന്നതാണ് അവർക്കേ പറ്റുള്ളൂ എന്ന്. അതൊക്കെ വെറുതെ പറയുന്നതാണ്. എനിക്കും കുട്ടീനെ നോക്കാൻ സാധിക്കും. അങ്ങനെ കുട്ടിക്ക് ദോശയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞ് വീണ്ടും വേണമെന്ന് പറയുന്നു. എന്നാൽ ഇത് തീർന്നു പോയി, നമുക്ക് വേറെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അടുക്കളയിൽ ചെന്നിട്ട് ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആദ്യത്തെ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് അത് കരിഞ്ഞും പോകുന്നുണ്ട്. പിന്നെയാണെങ്കിലോ ദോശമാവ് തീർന്നും പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മോൾക്ക് ദോശ വേണമെന്ന് നിർബന്ധമുണ്ടോ? ആ, എനിക്ക് വേണം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, മാവ് തീർന്നും പോയല്ലോ. അങ്ങനെ വർഷം അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്താ വിവേക്? അതെ, മോൾക്ക് ദോശ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോൾക്ക് ദോശ വിവേക് കൊടുത്തിട്ടില്ലേന്ന് ചോദിക്കുന്നുണ്ട്. കൊടുത്തു, ഒരെണ്ണം കൂടി വേണമെന്ന് പറയുന്നു. പക്ഷേ മാവ് തീർന്നും പോയെന്ന് പറയുന്നു. ഫ്രിഡ്ജിനകത്ത് ഉണ്ടല്ലോ മാവ്, എടുത്ത് കൊടുക്കായിരുന്നില്ലേ? അത് പിന്നെ ഞാൻ അത്ര ഓർത്തില്ല. നമ്മുടെ കല്യാണത്തിന് ശേഷം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുന്നു. എന്നാൽ ഒരു കാര്യം ചെയ്യും, താൻ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല. എന്തായാലും വിവേക് ഇത് ചോദിച്ചല്ലോ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ 5 പോലും എന്നോട് ചിലപ്പോൾ ചോദിക്കാറില്ല. താനൊരു കാര്യം ചെയ്യ്, ഇവിടെ ഇരിക്ക്. ഞാൻ 2 പേർക്കും ചൂടോടുകൂടി ദോശ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് 2 പേർക്കും കൂടി ദോശ ഉണ്ടാക്കി കൊടുക്കുന്നു വിവേക്. ആ സമയത്ത് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് കേട്ടോ. അതൊരു പിച്ചക്കാരനാണ്, എപ്പോഴും വന്ന് ശല്യം ചെയ്യുമെന്ന് പറയുന്നു. ഇന്ന് അവനൊന്ന് ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ചെല്ലണ സമയത്ത് നമ്മുടെ ധനപാലൻ അങ്കിളാണ് കേട്ടോ. അങ്കിൾ, എന്താ അച്ഛാ ഇവിടെ വന്ന് നിൽക്കുന്നത്? എന്താ നിൻ്റെ കയ്യിലൊരു ആയുധമൊക്കെ? അത് പിന്നെ ഇത് ഞാൻ ദോശ ഉണ്ടാക്കുകയാണ്. ഈ ദോശ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുന്നൊരു സാധനം ഉണ്ടല്ലോ, ഓ ചട്ടുകം പോലത്തെ അത്. ആ പിന്നെ ഞാനിവിടെ വന്നത് എന്തിനാണെന്നറിയോ? അങ്കിൾക്ക് അച്ഛനൊരു കാര്യം ചെയ്യ്, 2 ദോശ കഴിച്ചിട്ട് പോവാം. കഴിക്കണമെന്നുണ്ട്, പക്ഷേ ഈ സിറ്റുവേഷൻ അത്ര മോശമാണ്, അതുകൊണ്ടാണ് കഴിക്കാതിരിക്കുന്നത്. എന്ത് പറ്റി അങ്കിൾ എന്ന് പറഞ്ഞിട്ട് വർഷ വരുന്നുണ്ട്. നിങ്ങൾ 2 പേരും ഇതിനകത്താണ്, വാതിലടച്ച് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വസുന്ധര അവിടെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഒന്നാമത് അവളുടെ പ്രശ്നം, നിങ്ങൾ 2 പേരും കൂടി അകത്ത് നിന്നിട്ട് വാതിലടച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മല്ലികയും വസുന്ധരയും ഇവിടെ വന്ന് നോക്കുകയും ചെയ്തു. പിന്നെയും ഇത്രയും സമയമായില്ലേ, അവരെന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അയ്യോ, ഇത് വലിയ പ്രശ്നമാവുമല്ലോ. വിവേക് പറയുന്നുണ്ട്, എന്ത് പ്രശ്നം? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ് വർഷ. അപ്പോഴത്തേനും അവളൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നതാണ്. പാവം, ഞാൻ വന്നിട്ടാണ് അവൾ യൂണിഫോം മാറ്റുകയും ഫ്രഷ് ആവാൻ പോവുകയൊക്കെ ചെയ്തത്. അപ്പോൾ അവളൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് കരുതി മോളെ നോക്കുമായിരുന്നു ഞാൻ. മോള് പുറത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞ് വാതിലടച്ചിരുന്നു, അത്രയേ ഉള്ളൂ. അതിപ്പോൾ എനിക്ക് മനസ്സിലാവും, പക്ഷെ മല്ലികയ്ക്കും വസുന്ധരയും വേറെ ചിന്തിച്ചിരിക്കുന്നതെന്ന് പറയുന്നു കേട്ടോ. എന്തായാലും മോനെ ഒരു കാര്യം ചെയ്യ്, ദോശ ഇവൾക്ക് ഉണ്ടാക്കി കൊടുക്ക്, അതിനുശേഷം അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ അങ്കിൾ എന്താണാവോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ആൻറ്റി എന്ത് വിചാരിച്ചിട്ടുണ്ടാവും എന്ന രീതിയിൽ വർഷ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വസുന്ധരയോട് ചെന്നിട്ട് പറയുന്നുണ്ട്, വസു അതൊന്നും പ്രശ്നമല്ല, ആ കുട്ടി പുറത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് വിവേക് വാതിലടച്ചതാണ്. പിന്നെ വർഷമോൾക്ക് 2 പേർക്കും കൂടി ദോശ ഉണ്ടാക്കി കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും അവിടെ ഇല്ല. വസുന്ധര തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് പല കാര്യങ്ങളെന്ന് പറയുമ്പോൾ. ധനപാലൻ എന്താ പറയുന്നത്? ഞാൻ എന്ത് തെറ്റിദ്ധരിച്ചു എന്നാണ്? ഞാൻ ഒന്നും ധരിച്ചിട്ടില്ല. വർഷയും വിവേകം നല്ല കുട്ടികളാണെന്ന് എനിക്കറിയാം. പക്ഷേ അവർ അവളുടെ വീട്ടിൽ പോയിട്ട് ഇത്രയും സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ് ശരി എന്ന് എഴുതി അവൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ അങ്ങോട്ട് പോകണോ? അതേ ഞാൻ ചിത്രീകരിച്ചുള്ളൂ, വേറൊന്നും ചിത്രീകരിച്ചില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ. ആ സമയത്ത് വീണ്ടും വർഷയും വിവേകും കൂടി സംസാരിക്കുന്നുണ്ട്. അങ്കിള് പറഞ്ഞ കാര്യം കേട്ടില്ലേ വിവേക്? നീ ഒരു കാര്യം ചെയ്യ്, ആൻറ്റിയുടെ അടുത്തേക്ക് പോയെന്ന് പറയും. എനിക്ക് വയ്യ, ഇപ്പം ഞാൻ അങ്ങോട്ട് പോയാൽ അമ്മയുടെ വായിലിരിക്കുന്ന എല്ലാം കേൾക്കേണ്ടി വരും. അത് വിവേകിൻ്റെ അമ്മയല്ലേ, മറ്റാരുമല്ല. ഇത്തിരി പറഞ്ഞാൽ ഇപ്പം എന്താ പ്രശ്നം? അത് അങ്ങനെയൊന്നും അല്ലല്ലോ മുൻപ് വിവേക് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പം ഞാൻ പോകുന്നില്ല, കുറച്ച് കഴിയട്ടെ എന്ന് പറയുന്നു. ആ സമയത്ത് ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വർഷ കുഞ്ഞിനെയും കൊണ്ട് പോയി നോക്കുന്നു കേട്ടോ. ആ സമയത്ത് ആ കുഞ്ഞിനോട് എന്നുമില്ലാത്തൊരു സ്നേഹം വസുന്ധരയ്ക്ക് തോന്നുന്നുണ്ട് കേട്ടോ. മോൾ ഇതുവരെ വന്നിട്ട് ഞാനൊന്ന് കാണാൻ വന്നില്ല, മോളെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തില്ല. മോളെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്താൽ മതി, മോൾക്ക് ജോലിക്ക് പോകണമെങ്കിൽ ജോലിക്ക് പോയിക്കോ, ആ സമയത്ത് മല്ലിക മോളെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ആക്കി തന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്.
വിവേക് പറഞ്ഞ പോലെയൊന്നും അല്ലല്ലോ, ആൻറ്റിയുടെ സ്വഭാവം മാറിയല്ലോ. ആ സമയത്ത് മല്ലിക പറയുന്നുണ്ട്, ഞാൻ എൻ്റെ തുമ്പിമോളെ നോക്കുന്ന പോലെ അർച്ചക്കുട്ടിയെ നോക്കിക്കോളാം എന്ന് പറയുന്നു. അങ്ങനെ വസുന്ധര ഒരു കാര്യം അവിടെ സംസാരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി അധികം വൈകാതെ തന്നെ നിൻ്റെയും വിവേകിൻ്റെയും എൻഗേജ്മെൻറ്റ് നടത്തണമെന്ന് പറയുന്നു. മോൾക്ക് പരിചയമുള്ള, അതായത് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിലൊക്കെ വിളിച്ചോളാൻ പറയുന്നു. എനിക്ക് ബന്ധുക്കളായിട്ട് ആരുമില്ല, എന്നാൽ പിന്നെ ഫ്രണ്ട്സിനെ വിളിക്കണം കേട്ടോ എന്ന് പറയുന്നത്. ശരി ആൻറ്റി എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ മോളെയും കൊണ്ട് ഇടയ്ക്ക് വരണം, എനിക്ക് മോളെ സംസാരിക്കണം എന്നൊക്കെ പറയുന്നു. ശരി ആൻറ്റി പോട്ടെ എന്ന് പറഞ്ഞിട്ട് ധനപാലൻ എന്തായാലും വസുന്ധരയോട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ എടുത്ത ആ തീരുമാനം ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു തീരുമാനമാണ്. കുട്ടികളോടൊക്കെ നമ്മൾ ഇങ്ങനെ വേണം സംസാരിക്കാൻ. ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടോ വാശി പിടിച്ചിട്ടോ ആരോടും നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഇപ്പോഴാണ് വസുന്ധര ഒരു അമ്മയായതെന്നൊക്കെ ധനം പറയുന്നുണ്ട് കേട്ടോ. മല്ലികയ്ക്ക് ഇതൊന്നും മനസ്സിലായില്ല. മാഡത്തിൻ്റെ മനസ്സ് പെട്ടെന്ന് മാറിയോ, എന്ത് പറ്റി എന്നായിട്ടോ ചിന്ത. അതിനുശേഷം തന്നെ വിവേകിനോട് വന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് വർഷ. അപ്പോൾ 3 ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. അപ്പോൾ ആൻറ്റി ഇത്രയും പെട്ടെന്ന് ഇതിനൊക്കെ സമ്മതിക്കുമെന്ന് മനസ്സിലായില്ല. ആഴ്ചക്കുട്ടി അവിടെ നോക്കണമെന്ന് പറഞ്ഞാൽ കൂടി ആൻറ്റി ഇപ്പോൾ വില്ലിങ് ആയെങ്കിൽ എന്തോ ഒരു മാറ്റം ആൻറ്റിയിലുണ്ടല്ലോ. അതുമാത്രമല്ല, ഇനിയിപ്പോൾ ആൻറ്റിയുടെ അടുത്താണ് കുഞ്ഞ് പോകുന്നതെങ്കിൽ ആൻറ്റിയെ മാറ്റിയെടുക്കുന്നത് അവളേറ്റു. നമ്മളെ 3 മാറ്റിയെടുത്തില്ലേ അവൾ. അപ്പോൾ പിന്നെയാണോ ആൻറ്റിയെ മാറ്റിയെടുക്കാൻ അത്ര പ്രയാസം. എന്തായാലും വർഷ പറഞ്ഞ പോലെ ആൻറ്റിയുടെ മനസ്സ് എന്തെങ്കിലും മാറുമെന്ന് അവൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പം അത് സംഭവിക്കുകയും ചെയ്തു. എന്തായാലും വർഷ കാത്തിരുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടന്നെന്ന് പറയുന്നു. വിവേകാണെങ്കിലും അതിനെ സംബന്ധിച്ചെടുത്ത് ഇന്നൊരു നമുക്കൊരു പാർട്ടി നടത്തിയാലോ എന്ന് പറയുന്നുണ്ട് വൈകുന്നേരം. അപ്പോഴത്തേനും ഇന്ന് പറ്റില്ല എന്നും അഞ്ചു പറയുന്നുണ്ട്. കാരണം എനിക്ക് രാഹുലിനെ കാണാൻ പോകണം, നാളെ ആക്കിയാലോ. എന്നാൽ പിന്നെ നാളെ ആക്കാം, എന്തായാലും നല്ല ഫുഡ് അടിക്കാൻ നമുക്ക് എന്ന് പറയുന്നുണ്ട്. നമുക്ക് അത് വേണ്ട, എപ്പോഴും ഒരേപോലെ ആയാൽ ശരിയാവില്ല എന്ന് നമ്മുടെ അഭി പറയുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ശിവയാണെങ്കിൽ കൊച്ചി വിട്ട് പോകാനായിട്ട് ഞാൻ തയ്യാറല്ല, കാരണം എനിക്ക് എപ്പോഴും ഇവിടെ തന്നെ വേണം ഞാൻ എന്നും പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ അഭിയാണെങ്കിൽ നമുക്ക് ബീച്ചിൽ പോവാം, അതിനുശേഷം തന്നെ സീ ഫുഡൊക്കെ കഴിച്ച് അടിച്ച് പൊളിക്കാം ഒരു രാത്രി എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിലൊരു ഓപ്പൺ ജീപ്പുണ്ട്, അതെടുക്കാം, എന്നിട്ട് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോവാം. വേണമെങ്കിൽ രാഹുലിനെയും വിളിക്കണം കേട്ടോ, രാഹുലും വരട്ടെ, നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ, അവനും ഉണ്ടാവട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ രാഹുലിനോട് ഇന്ന് ചെന്ന് കാണുന്ന സമയത്ത് അവനോടും പറയാമെന്നും അഞ്ചു പറയുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. ആ സമയത്ത് വർഷയോട് ചോദിക്കുന്നത്, താനെന്തൊന്നും മിണ്ടാതിരിക്കുന്നത്, ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കുമായിരുന്നു, എല്ലാത്തിനും എനിക്ക് തയ്യാറാണെന്ന് പറയുന്നു. ആ സമയത്ത് വിവേക് തൻ്റെ വർഷയുടെ കയ്യിൽ പതുക്കെ തൊടുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അത് മറ്റാരും കാണുന്നില്ല, പക്ഷെ അഭി കാണുന്നുണ്ട്. അപ്പോൾ ഇത് വിവേക് ഒന്ന് വിടുന്ന രീതിയിലൊക്കെ വർഷ പറയുന്നുണ്ട്. വിവേകിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ വർഷയെ തൊടുന്നത്. ആ സമയത്ത് നമ്മുടെ അഭിക്കൊരു നാണക്കേട് പോലെയൊക്കെ ആവുന്നുണ്ട്. കാരണം അവൾ ആഗ്രഹിച്ചത് ഇവർ രണ്ടുപേരും ഒന്നാവാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് തന്നെ അതിന് ശേഷം തന്നെ വേഗം പോയിട്ട് അഭിയാണെങ്കിൽ ശ്രീയെ വിളിക്കുന്നുണ്ട് കേട്ടോ. ശ്രീയെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രീ, നാളെ എനിക്ക് ശ്രീയെ കണ്ടേ പറ്റുള്ളൂ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. അത് മറ്റൊന്നാവില്ല, വിവേകിൻ്റെയും വർഷയുടെയും കല്യാണം ഉറപ്പിച്ചതും അവർ രണ്ടുപേരും ഇഷ്ടത്തിലായതുമാണ് കേട്ടോ. അങ്ങനെയെങ്കിലും ശ്രീനാഥിനോട് സത്യവും പറയണം എന്ന് കരുതിയിട്ട് അവരെ വിഷമിപ്പിക്കാനും പാടില്ല എന്ന രീതിയിൽ തന്നെ ഡാബി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.